ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ എനിക്കാണ് പനിയെങ്കിൽ ഇന്നെൻ്റെ മകനാണ് പനി. കുഞ്ഞുമക്കൾക്ക് പനി വന്നാൽ അറിയാലോ, അമ്മമാർക്ക് എങ്ങോട്ടും മാറാൻ സാധിക്കില്ല. അതാട്ടോ പാട്ട് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് വായിക്കാം. നിയോഗത്താലി ഭാഗം 31. പോലീസിന് പിറകെ തലകുനിച്ചു വരുന്ന സച്ചുവിനെ കണ്ടപ്പോൾ ഒരു നിമിഷം മനുവിൻ്റെ കാലുകൾ മരവിച്ചു പോയി. അതിനു പുറകെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ടീച്ചേഴ്സും പ്രിൻസിയും നടന്നു വരുന്നത് കണ്ട് കിരൺ അനങ്ങാതെ നിൽക്കുന്ന മനുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. സാർ, എന്താ പ്രശ്നം? അവരുടെ അടുത്തെത്തിയപ്പോൾ കൂടെ ഉണ്ടായ ഒരു സാറിനോട് അടക്കത്തിൽ കിരൺ ചോദിച്ചു. ഡ്രഗ് കേസാ. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് റൂമിൽ സ്റ്റഫ് ഉണ്ടെന്ന് ഒരു അനോണിമസ് കോള്. സെർച്ചിങ്ങിന് വന്നതാ. ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടീച്ചേഴ്സിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. കിരൺ മനുവിനെയും ആൽഫിനെയും മിഥുനെയും നോക്കി. ഇത് സച്ചുവിനുള്ള കെണിയാണെന്ന് ആ നിമിഷം അവർ ഉറപ്പിച്ചു. ലതാ മിസ് കൂടി വന്നപ്പോൾ പോലീസ് സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു. ടീച്ചേഴ്സിൻ്റെയൊക്കെ പുറകെ സച്ചുവും മുൻപോട്ട് നീങ്ങി. മനുവിൻ്റെ കണ്ണുകൾ ഭയപ്പാടോടെ മുൻപോട്ട് നീങ്ങുന്ന അവൻ്റെ പാതിയിൽ തങ്ങി നിന്നു. പോകുന്ന പോക്കിൽ പേടിയോടെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന സച്ചുവിനെ നോക്കി കൂടെയുണ്ടെന്ന് കണ്ണുകൾ ചിമ്മി കാണിച്ചു മനു. അവൾക്കൊരാശ്വാസം നൽകും പോലെ അവൻ നിന്നെങ്കിലും മനുവിൻ്റെ ഉള്ളം പുകഞ്ഞു. ഡാ കിരണേ, ഇത് സച്ചുവിനുള്ള പണിയാണ്. നേരത്തെ വന്നവന്മാരായിരിക്കും ഇതിന് പിന്നിൽ. ഉറപ്പായും ഇത് സച്ചുവിൻ്റെ ബാഗിലോ മറ്റോ വെച്ചിട്ടുണ്ടാവും. അവരത് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് ഇവിടെ എത്തണമെങ്കിൽ എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യടാ? മനു വേവലാതിയോടെ 3 പേരെയും നോക്കി. എല്ലാവർക്കും ഉള്ളിൽ ആ നിമിഷം അതേ ചിന്ത തന്നെയാണ്. പോലീസ് വന്ന സ്ഥിതിക്ക് ഉള്ളിൽ കയറി സാധനം എടുത്തു മാറ്റാൻ സാധിക്കില്ല. സച്ചുവിൻ്റെ പക്കൽ നിന്ന് അങ്ങനെയൊന്ന് പിടിച്ചാൽ ഡ്രഗ് കേസിൽ ഉറപ്പായും അറസ്റ്റ് ചെയ്യപ്പെടും. നിരപരാധിയാണെന്ന് പിന്നീട് തെളിയിച്ചാലും ഇപ്പോൾ നടക്കുന്ന അറസ്റ്റോ അത് സംബന്ധിച്ച് മീഡിയയിൽ പോകുന്ന വാർത്തയോ ആർക്കും തടയാനാവില്ല. അതിനൊക്കെ ഉപരി പുറമേ കാണുന്ന ധൈര്യമേ ഉള്ളൂ അവൾക്ക്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ സച്ചൂട്ടി തകർന്നു പോകുമെന്ന് മനുവിനറിയാം. ടെൻഷൻ താങ്ങാനാവാതെ തളർച്ചയോടെ മിഥുനിലേക്ക് ചാഞ്ഞു മനു. അവൻ്റെ അവസ്ഥ അറിയാവുന്ന മിഥുൻ ഒരു കയ്യാലെ മനുവിനെ താങ്ങി. നീ ഇത്രയേ ഉള്ളോ? ടെൻഷൻ ആവാതെ കൂടെ വാടാ. എന്തേലും വഴി കാണുമോ എന്ന് നോക്കാം. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാധനം എൻ്റേതാണെന്നും ഞാൻ ഒളിപ്പിച്ചു വെച്ചതാണെന്നും പറയും. എന്ത് സംഭവിച്ചാലും മിസ്സിനൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. നീ ധൈര്യമായി കൂടെ വാടാ. ഷോൾഡറിൽ തട്ടിക്കൊണ്ട് പറയുന്ന മിഥുനെ പകച്ചൊന്ന് നോക്കി മനു. കൂട്ടത്തിൽ ഏറ്റവും പാവം, സാമ്പത്തികമായും തങ്ങളിൽ നിന്ന് ഒരുപാട് താഴെയുള്ളവൻ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ. അവനാണ് ഇങ്ങനെ പറയുന്നത്. തൻ്റെ ഭാവി പോലും ചിന്തിക്കാതെ പറയുന്നവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി മനു. മിസ്റ്റർ ത്യാഗി, ഞങ്ങളുമുണ്ട് കൂടെ. അങ്ങനെ നീ മാത്രം ഉള്ളിൽ കിടക്കണ്ട. നടക്കട അങ്ങോട്ട്. അവിടെ എന്തായെന്ന് നോക്കാം. മിഥുനെയും മനുവിനെയും കൂട്ടി ആൽഫിയും കിരണും മുൻപോട്ട് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് എത്തുമ്പോൾ കണ്ടു പുറത്ത് നിൽക്കുന്ന ടീച്ചേഴ്സ്. ലേഡി ടീച്ചേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന സച്ചുവിനെ മനുവിനെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി. 4 പേരുടെയും കണ്ണുകൾ ചുറ്റിലും ഭയത്തോടെ നോക്കുന്ന സനൂപിൽ തങ്ങി. ആളുടെ കണ്ണുകൾ ചുറ്റിലും ആരെയോ തിരയുന്ന പോലെ ഉഴറുന്നുണ്ട്. ടെൻഷൻ നിയന്ത്രിക്കാൻ കൈകൾ കൂട്ടിത്തിരുമുന്നുണ്ട്. പല വഴി പായുന്ന സനൂപിൻ്റെ കണ്ണുകൾ അവസാനം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന മനുവിലെത്തി. കണ്ണുകൾ ഇടറിയപ്പോൾ സനൂപിനുണ്ടായ പതർച്ച കൃത്യമായി മനസ്സിലായി മനുവിന്. സനൂപിനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് മുൻപോട്ട് നടന്ന് സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നോക്കി അവൻ. ഹേയ്, എങ്ങോട്ടാ ഇടിച്ചു കയറി? അവിടെ നിൽക്ക്. സാറ് സെർച്ച് ചെയ്യുന്നത് കാണാമല്ലേ നിനക്കൊന്നും? ഡോറിനടുത്തുണ്ടായ കോൺസ്റ്റബിൾ മനുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കണ്ണുകൾ ഉള്ളിലുള്ള പോലീസുകാരിലേക്ക് നീങ്ങി. റൂമിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുവാണ് എല്ലാവരും. നിന്നോടല്ലടാ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞത്. വീണ്ടും മാറാതെ അവിടെ നിൽക്കുന്ന മനുവിൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി കോൺസ്റ്റബിൾ. മനുവിൻ്റെ കണ്ണുകൾ അപ്പോൾ സച്ചുവിൻ്റെ ബാഗ് കയ്യിലെടുക്കുന്ന പോലീസുകാരനിലായിരുന്നു. തള്ളു കിട്ടിയിട്ടും മാറാതെ മുൻപോട്ട് കുതിക്കാൻ ശ്രമിക്കുന്ന മനുവിനെ കിരൺ വട്ടം ചുറ്റിപ്പിടിച്ച് പുറകോട്ട് നീക്കി. നീ ഇപ്പോൾ തള്ളിക്കയറിയ കാര്യം കൈവിട്ടു പ്രശ്നം ഗുരുതരാകുവേ. അത് സച്ചുവിന് പ്രതികൂലമായി പോലും ചിലപ്പോൾ ബാധിച്ചേക്കാം. അല്പസമയം കൂടി നീ ക്ഷമിക്ക്. ഉള്ളിൽ പോലീസുള്ളപ്പോൾ അതിക്രമിച്ച് കയറിയാൽ അത് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരും കേട്ടോ മനു. കിരൺ ശബ്ദം കുറച്ച് മനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. എന്നിട്ടും കുതറാൻ ശ്രമിക്കുന്നവനെ 3 പേരും മുറുക്കെ പിടിച്ചു വെച്ചു.
മനുവിൻ്റെ കണ്ണുകളും അരുതെന്ന് അവനോട് അപേക്ഷിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. ചുറ്റും നിൽക്കുന്ന എല്ലാവരിലും ഭയം പിടിമുറുക്കി തുടങ്ങി. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഉള്ളിലുണ്ടായിരുന്ന പോലീസുകാർ പുറത്തേക്ക് വന്നു. SI പ്രിൻസിപ്പാലിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ചുറ്റുമുള്ളവരുടെ കണ്ണുകൾ അവരെ പൊതിഞ്ഞു. സോറി സർ, റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ആദ്യം പ്രിൻസിപ്പാളോടും പിന്നെ ചുറ്റുമുള്ളവരോടും നോക്കി SI പറയുമ്പോൾ എല്ലാവരിലും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുയർന്നു. അത്രമേൽ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. മനുവിൽ എന്തെന്നില്ലാത്ത സമാധാനം നിറഞ്ഞു. അവൻ്റെ കണ്ണുകൾ ആ നിമിഷം സച്ചുവിലേക്ക് നീണ്ടു. അവളിലുമുണ്ട് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി. കണ്ണുകൾ പിന്നീട് നീണ്ടത് സനൂപിലേക്കാണ്. പക്ഷേ അവിടെയുള്ള ഭാവങ്ങൾ ദുരൂഹമായി തോന്നി മനുവിന്. കണ്ണുകൾ സംശയത്തോടെ കുറുകി. കോളേജിൻ്റെ പേരിൽ ഇങ്ങനൊരു ആരോപണമുയർത്തി കോളേജിൻ്റെ സൽപ്പേര് കളങ്കം വരുത്താൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ കയ്യോടെ SIക്ക് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. കൂടാതെ ടീച്ചേഴ്സിൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ച് ഉച്ചയ്ക്ക് ശേഷം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രിൻസിപ്പൽ അവധിയും പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് ബാഗ് എടുത്ത് പുറത്തേക്കിറങ്ങുന്ന സച്ചുവിനെ കാത്ത് പാർക്കിങ്ങിൽ മനുവും ഗ്യാങ്ങും ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സനൂപിന് നല്ല സംശയമുണ്ട് കേട്ടോ. അവൻ്റെ നോട്ടും ഭാവം ഒന്നും ശരിയല്ല. ഇന്ന് വന്നവന്മാരോട് അവൻ എന്തോ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. കിരൺ സംശയത്തോടെ പറഞ്ഞു. അത് ശരിയാ. പോലീസ് വന്ന മുതൽ അവനാകെ നെർവസ് ആയിരുന്നു. എന്തോ ഹൈഡ് ചെയ്യും പോലത്തെ ഒരു ഭാവം. ആൽഫിയും കിരണിനെ ശരിവെച്ചു പറഞ്ഞു. അതിനേക്കാൾ ഉപരി സനൂപിന് നവീനമായൊരു കണക്ഷൻ ഉണ്ട്. ആ ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്ത് കോളേജിൽ സംസാരിക്കുള്ള ഒരേ ഒരു ടീച്ചർ സനൂപ് മാത്രമാണ്. അവർക്കിടയിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങൽ തീർച്ചയായിട്ടുമുണ്ട്. മിഥുനും സനൂപിനുള്ള സംശയം ഊട്ടി ഉറപ്പിച്ചു. മിഥുൻ്റെ ചിന്തയും സനൂപിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. ശത്രുക്കളുടെ ലിസ്റ്റിൽ നവീൻ്റെ കൂടെ ആ പേര് കൂടി മനു ആ നിമിഷം എഴുതി ചേർത്തു. സനൂപിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട നീക്കങ്ങൾ 4 പേരും ചർച്ച ചെയ്തു. അപ്പോഴേക്കും സച്ചു അവർക്കരികിൽ നടന്നെത്തി. വിളറിയ ചിരി 4 പേർക്കുമായി അവൾ സമ്മാനിച്ചു. വോൾട്ടേജ് കുറവാണല്ലോ മിസ്സേ, ഇത് പോരാട്ടോ. കുഞ്ഞു ചിരിയോടെ മിഥുൻ അവളെ നോക്കി. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും എൻ്റെ വിറയിലങ്ങ് മാറിയിട്ടില്ല. എനിക്ക് ഉറപ്പാ, മേൽപ്പത്തൂർ പറഞ്ഞ പോലെ എന്തൊക്കെയോ എനിക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നാളെ ഇനി എന്താണ് എന്നെയും കാത്തു നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ ആകെ ഭയം തോന്നുക. ഞാൻ എങ്ങനെയാടാ ഉറന്നൊന്ന് ചിരിക്കുന്നത്? ഭയം നിറഞ്ഞിരുന്നു അവളുടെ വാക്കുകളിൽ. അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി എന്ത് തന്നെ വന്നാലും ഞങ്ങൾ 4 പേരും കടന്നേ അത് മിസ്സിലേക്ക് എത്തുള്ളൂ, അല്ലേടാ കിരണേ? ആൽഫിയുടെ ചോദ്യത്തിൽ കിരൺ ആഞ്ഞൊന്ന് തലയാട്ടി. ഇങ്ങനെ ടെൻഷൻ ആവാതെ എൻ്റെ സച്ചൂസേ. ഈ ഞാനും മിഥുനും ആൽഫിയും പിന്നെ നിൻ്റെ സ്വന്തം കെട്ടിയവനും ഉള്ളപ്പോൾ എന്തിനു പേടിക്കണം? ചിരിക്കണ്ടേ സച്ചൂസേ? മെല്ലെ അവളുടെ കവിളിൽ ഒന്ന് വലിച്ചു വിട്ടു കിരൺ. എല്ലാവർക്കും വേണ്ടി കുഞ്ഞു ചിരിയെടുത്തണിഞ്ഞവൾ. കണ്ണുകൾ ഈ നിമിഷം വരെ തന്നോടൊന്നും മിണ്ടാത്തവനിലേക്ക് നീണ്ടു. പരസ്പരം കുരുത്തു. അതിൻ്റെ ആഴങ്ങൾ അളന്നു. അതിൽ തന്നോട് 1000 കഥകൾ പറയാനുണ്ട്. തങ്ങളിടത്തിൽ ചേർത്ത് പിടിക്കാനും വാക്കുകളാൽ തലോടാനും ആശ്വാസം പകരാനും വെമ്പുന്നുണ്ട്. ചേർന്ന് നിന്ന് പൊട്ടിക്കരയാനും മുറുക്കെ പുണരാനും 1000 ചുംബനങ്ങൾ വർഷിച്ച് ഭയത്തിന് മീതെ പ്രണയം നിറക്കാനും കൊതിക്കുന്നുണ്ട്. പിണഞ്ഞു നിൽക്കുന്ന മിഴികളിൽ നിന്ന് മനു അവൻ്റെ മിഴികൾ അടർത്തി മാറ്റി. പോകാം? ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഞാൻ പുറത്തുനിന്ന് കയറാം, ഇടവഴിയിലുണ്ടാവും. ഞെട്ടലോടെ മിഴികൾ പിൻവലിച്ചു കൊണ്ടവൾ പറഞ്ഞു. മനുവിൻ്റെ കണ്ണുകൾ പുറകിലേക്ക് നീണ്ടു. സച്ചുവിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്ന സനൂപിലായിരുന്നു അത് എത്തി നിന്നത്. അത് വേണ്ട, ഇപ്പോൾ ഇവിടെ നിന്ന് കയറണം. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. നീ എപ്പോഴും എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം. തനിച്ചെങ്ങോട്ടും പോകണ്ട. വാ, കയറ്. ബൈക്ക് മുൻപോട്ടേക്ക് നീക്കി സച്ചുവിനടുത്തായി നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. മറുത്തൊന്നും പറയാൻ ആ നിമിഷം അവൾക്ക് തോന്നിയില്ല. തലയാട്ടിക്കൊണ്ടവൾ വേഗം പുറകിൽ കയറിയിരുന്നു. മനുവിൻ്റെ കണ്ണുകൾ ഒന്നുകൂടി പുറകിലേക്ക് നീണ്ടു. രൂക്ഷമായി അവരെ ഉറ്റുനോക്കുന്നവനെ കുറുക്കി നോക്കിക്കൊണ്ട് ബൈക്ക് മുൻപോട്ടെടുത്തു. മനു 2 കപ്പിൽ ചായയുമായി ബാൽക്കണിയിലേക്ക് കയറിയപ്പോൾ 2 സീറ്റർ ചെയറിലിരുന്ന് ദൂരേക്ക് നോക്കുവാണ് സച്ചു.
മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ചൂടുള്ള ചായ ഒഴിച്ച കപ്പിൻ്റെ ഒരു വശം പതുക്കെ അവളുടെ കൈത്തണ്ടയിൽ തൊട്ടു. ഔ! പിടപ്പോടെ കൈവലിച്ചു കണ്ണുരുട്ടി സച്ചു. ഇന്നാ പിടി, നിന്നെ ഉണർത്താൻ ഇതേ മാർഗം തോന്നിയുള്ളൂ. വളിച്ച ചിരിയോടെ കപ്പ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഒന്നും പറയാതെ കപ്പ് വാങ്ങി ചുണ്ടോട് മുട്ടിച്ചുകൊണ്ട് ദൂരേക്ക് വീണ്ടും മിഴികൾ എഴുതു അവൾ. ഇനിയും ആലോചിച്ച് തീർന്നില്ലേ കുഞ്ഞെ? ഇന്ന് നടന്നത് വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് വല്ലതും ആയിരിക്കുടി. സച്ചുവിനെ ചേർന്നിരുന്ന് ഇടം കൈയാൽ ചേർത്തു പിടിച്ചു മനു. സച്ചു ചെരിഞ്ഞവനെ നോക്കി. കണ്ണുകൾ സാഗരം പോൽ നിറഞ്ഞിരുന്നു. അല്ലെന്ന് എനിക്കും അറിയാം, ഏട്ടനും അറിയാം. ഇതെന്നെ ലക്ഷ്യമാക്കി തന്നെ വന്നതാണ്. പേടിയാകുന്ന ഏട്ടാ. എനിക്ക് ഉറപ്പാ ഇത് നവീൻ ചെയ്തയായിരിക്കും. കോളേജിൽ എന്നോട് വൈരാഗ്യമുള്ള ഒരേ ഒരാൾ അവനല്ലേ. ഡ്രഗ് യൂസ് ചെയ്യുന്ന ഗ്യാങ്ങും അവൻ്റെയാണ്. ഇന്നെങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ വീണ്ടും ഇതുപോലെ വന്നാൽ അന്ന് ഞാൻ എന്ത് ചെയ്യും? സങ്കടം അമർത്തിക്കൊണ്ട് പറയുമ്പോൾ അവളുടെ കവിളുകൾ വിറവ് കൊണ്ടു. എന്ത് വന്നാലും ഞാനില്ലേടി കൂടെ. ഞാൻ മാത്രമല്ല, അവന്മാരും. ഇന്ന് തന്നെ മിഥുൻ പറഞ്ഞത് എന്താണെന്നറിയോ നീ? നിൻ്റെ കയ്യിൽ നിന്നും സ്റ്റഫ് പിടിക്കുകയാണെങ്കിൽ കുറ്റം അവൻ ഏറ്റെടുക്കുമെന്ന്. ഞാൻ ആകെ ഞെട്ടിപ്പോയടി. ഞാൻ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചു നിൽക്കുന്ന സമയത്താണ് ധൈര്യത്തോടെ അവൻ മുൻപോട്ട് വന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണമെടാ നമുക്ക്? ഒരു രക്ഷ പോലെ എന്നും അവരുണ്ടാകും നമുക്ക് കൂടെ. നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന അഹല്യയുടെ ആത്മാവും. അത് നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മനു പറഞ്ഞു നിർത്തുമ്പോൾ ആ നിമിഷം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് മിഥുനിൻ്റെ മുഖമാണ്. അയ്യോ പാവം പോലത്തെ ഒരു കുഞ്ഞു ചെക്കൻ. അവനാണ് തൻ്റെ ഭാവി കൂടി ഓർക്കാതെ എടുത്തു ചാടാൻ നിന്നത്. ഇല്ല, ഒരിക്കലും തങ്ങൾക്ക് വേണ്ടി ആരുടെയും ജീവിതം വെച്ച് കളിക്കരുത്. ഇനി മുൻപോട്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ ചെയ്തേ മതിയാകും. സച്ചുവിലൊരു ഉറച്ച തീരുമാനം രൂപപ്പെട്ടു. അവൾ പതുക്കെ മനുവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. കപ്പ് മുന്നിലുള്ള ചെയർ സ്റ്റാൻഡിലേക്ക് വെച്ച് അവൻ്റെ കൈകൾ സച്ചുവിനെ പൊതിഞ്ഞു. അതെ, നമുക്ക് കോളേജ് ടൂർ പോവണ്ട കേട്ടോ. നാളെ HOD പറഞ്ഞ് ഞാനില്ലെന്ന് പറയും. ഏട്ടനും പോവണ്ട. അവന്മാർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ വരുന്ന കുട്ടികൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. സച്ചു നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. സച്ചു പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നി. തങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളിൽ വെറുതെ ഒന്നും അറിയാത്തവരെ കൂടി പെടുത്താൻ വയ്യ. സമ്മതമെന്നോണം കുഞ്ഞു ചിരിയോടെ മനു കണ്ണ് ചിമ്മി. പരസ്പരം ഒന്നും പറയാതെ നിമിഷങ്ങൾ കടന്നുപോയി. മനു തന്നെ ആ നിശബ്ദത അവസാനം ഭേദിച്ചു. കണ്ണുകൾ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവളിലേക്ക് നീണ്ടു. ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ എങ്ങനാ ഇന്നത്തെ പരിപാടി തുടങ്ങാം? കുഞ്ചുമണിയെ വരുത്താനേ എനിക്ക് തിടുക്കമായടി. നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ കൈകളിലേക്ക് ചെരിച്ചു കിടത്തി കഴുത്തിൽ താടി കൊണ്ടുരസി ഇക്കിളിയാക്കി അവൻ. ചിരിയോടെ മനുവിൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചവനെ ഉയർത്തി സച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. ഭൂകമ്പം വന്നാൽ ഇതിനൊരു മുടക്കം വരുത്തരുത് കേട്ടോ. എനിക്കിവിടെ പ്രാണവേദന, ഇങ്ങേർക്ക് ഇതിനിടയിലും. പറഞ്ഞു തീരും മുൻപേ മനുവിൻ്റെ ചുണ്ടുകൾ സച്ചുവിനെ പൊതിഞ്ഞുകൊണ്ട് ഇരു കൈകളാൽ അവളെ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ അവരെ വരവേറ്റു. വൈകുന്നേരം മനുവിൻ്റെ ഫ്ലാറ്റിൽ ഒത്തുകൂടിയിരിക്കുവാണ് 4 സംഘം. സച്ചു അവർക്ക് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ്. 2 പേരുടെയും പ്രണയ നിമിഷങ്ങൾ അവസാനിച്ചത് തന്നെ വൈകുന്നേരം ഇവന്മാർ ബെൽ മുഴക്കിയപ്പോഴാണ്. അതുവരെ പരസ്പരം പറഞ്ഞും സമാധാനിപ്പിച്ചും തലോടിയും സച്ചുവിൻ്റെ ഉള്ളിലെ പേടി മനു ഒരുവിധം മാറ്റിയെടുത്തിരുന്നു. എന്നിട്ട് ടൂറ് പോകുന്നില്ലെന്ന് ഉറപ്പിച്ചോ രണ്ടാളും? സച്ചു കൊണ്ടു കൊടുത്ത ജ്യൂസ് സിപ്പ് ചെയ്തുകൊണ്ട് ആൽഫി തിരക്കി. പോകണ്ടെന്ന് അവൾ പറയുന്നത്. അവന്മാർ വല്ലതും ഒപ്പിക്കുമോ എന്നൊരു പേടി. മനു സോഫയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. ആ ഞാഞ്ഞൂലിനെ എപ്പോഴാണ് അബി നീയൊക്കെ പേടിച്ചു തുടങ്ങിയത്? കോളേജിൽ എല്ലാതരം അലമ്പും കാണിച്ച് അടിയും പിടിയുമായി നടക്കുന്നവന്മാരാ നമ്മളെന്ന് വല്ലപ്പോഴുമെങ്കിലും ഓർക്കുന്നത് നല്ലതാ. കിരൺ കെറുവോടെ പറഞ്ഞു. അതല്ലടാ, അവന്മാരെ പേടിച്ചിട്ടല്ല. നമ്മൾ കാരണം കൂടെ വരുന്ന കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാകരുതെന്ന് കരുതിയ. ഇന്നത്തേത് അപ്രതീക്ഷിതം ആയതുകൊണ്ടല്ലേ. ഇനി അവന്മാർ കളിക്കട്ടെ. അതിന് തിരിച്ച അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ എനിക്കറിയാം. ആദ്യം ആ സനൂപിനെ എടുത്തൊന്ന് കുട്ടയണം.
അവന്മാരുടെ കൂടെ അവനുമുണ്ടെന്നൊരു തോന്നൽ. മനു പറഞ്ഞതിനെ ബാക്കി 3 പേരും ശരിവെച്ചു. സനൂപിൻ്റെ കാര്യം ഞങ്ങളേറ്റ്. അവൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. മിഥുൻ പല്ലുറമിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി സോഫയിലേക്ക് ആഞ്ഞടിച്ചു. ഇവനിൽ ഇങ്ങനെയും ഒരു ഭാവമോ എന്ന രീതിയിൽ ബാക്കി 3ൻ്റെയും കണ്ണുകൾ മിഴിഞ്ഞു. ഇവനെ വളരെ വിട്ടൂടാട്ടാ. ഇങ്ങനെ പോയ കോളേജ് ഹീറോ മിക്കവാറും ഇവനാവും. ആൽഫി അടുത്തിരുന്ന കിരണിൻ്റെ ചെവി തിന്നു. അസൂയ തീരെയില്ലല്ലേ? തൽക്കാലം അത് 2ആയി മടക്കി വെച്ചേക്ക്. അവൻ നിന്നെപ്പോലെ ടർക്കി കോഴിയല്ല, നല്ല ആൺചക്കനാ. തിരിച്ചങ്ങോട്ട് നല്ലോണം കിരൺ പുച്ഛിച്ചു കൊടുത്തു. ഇനി ടൂറിൻ്റെ കാര്യം. നിങ്ങൾ 2ആളും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളും പോകുന്നില്ല. നിങ്ങളില്ലാത്ത എന്ത് ആഘോഷം? അതുകൊണ്ട് കോളേജിൽ നിന്ന് ടൂറിന് പോകുന്ന 3 ഡേയ്സ് നമ്മളും പോകുന്നു ടൂറിന്. സ്ഥലം ഏത് വേണമെന്ന് നീയും മിസ്സും കൂടി തീരുമാനിച്ചോ? അതുവരെ പരസ്പരം ചെവി തിന്നുകൊണ്ടിരുന്ന കിരണും ആൽഫിയും മിഥുനിൻ്റെ സംസാരത്തിൽ ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ അത് കേട്ട് തെളിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന മനുവിനെയും. നീ പറഞ്ഞത് ശരിയാ. പാവം പോലെ ഇരിക്കുന്നവൻ ഇപ്പോൾ അടിച്ച് കസറുന്നുണ്ട്. വളരാൻ വിട്ടൂടാ. കിരണും ആൽഫിയും കണ്ണുകളാൽ കാര്യം കൈമാറി. ഞങ്ങളും അത് തന്നെയാടാ പറയാൻ വന്നത്. അപ്പോഴേക്കും ഇവൻ പറഞ്ഞു, നമുക്ക് 5 പേർക്കും അടിച്ചു പൊളിക്കാടാ. നീ ഓക്കെ അല്ലേ? ആൽഫി മിഥുനെ നോക്കി കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് മനുവിനോട് ചോദിച്ചു. കോഴിക്ക് പൂണ്ട് വിളയാടാനുള്ള അവസരമോ ഒരൊറ്റ വാക്കിൽ മിഥുൻ ഇല്ലാതാക്കിയത്. മിസ്സിൻ്റെ കൂടെ ടൂർ പോകുമ്പോൾ വായി നോക്കാൻ പറ്റൂലെന്ന ആവലാതി അവൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു. ഞാൻ ഓക്കെയാണ്, പക്ഷെ സച്ചു സമ്മതിക്കുമോ എന്നാ? മനുവിൽ അല്പം ആശങ്ക നിറഞ്ഞു. അതൊക്കെ നീ പറഞ്ഞു സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടെ അബിക്കുട്ടാ. കിരൺ മനുവിൻ്റെ താടിയിൽ പിടിച്ചു വിളിക്കി. അധികം എന്നെ അങ്ങ് കളിയാക്കണ്ട ട്ടാ. നീ ടൂറിനില്ലെന്നറിഞ്ഞാൽ നിൻ്റെ മൈഥിലി മോള് നിന്നെ വെറുതെ വിടില്ല. കിട്ടിയ അവസരം മനുവും ഉപയോഗിച്ചു. അവൻ്റെ അമ്മൂമ്മയുടെ മൈഥിലി, നിനക്കൊക്കെ വേറൊന്നും പറയാനില്ലേ? അതുവരെ ചിരിച്ചു കളിച്ചു നിന്നവൻ മൈഥിലിയുടെ പേര് കേട്ടതോടെ ഇനിയൊന്നും പറയാനില്ലെന്ന ഭാവത്തിൽ അടുത്തുണ്ടായ പില്ലോ വലിച്ചെറിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ഇതെന്താടാ ഇവനിങ്ങനെ? ഇത്ര നാളൊരു പെണ്ണ് തിരിച്ചു നോക്കാതെ സങ്കടപ്പെട്ടവനെ ഒരു പെണ്ണവനെ പ്രേമിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻ ഇടുന്നത്. മിഥുന് കിരണിൻ്റെ പെരുമാറ്റത്തിൽ അതിശയമായിരുന്നു. അതേ ഭാവം തന്നെയായിരുന്നു ബാക്കി 2 പേർക്കും. രാത്രി സച്ചു ഉണ്ടാക്കി കൊടുത്ത ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കൂടാൻ 4 പേരും ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അന്ന് ആൽഫിയും മിഥുനും കൊണ്ടുവന്ന ജാക്ക് ഡാനിയൽസ് മനു സച്ചു കാണാതെ ഒളിപ്പിച്ചു വെച്ചിടത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്നു. അബി ഡാ, നീ ഇതിൽ നിന്ന് എടുത്ത് വീശിയിട്ടുണ്ടല്ലേ? അല്പം താഴ്ന്നു കിടക്കുന്ന ചുവന്ന വെള്ളത്തെ നോക്കി കണ്ണു കുറുക്കിക്കൊണ്ട് ആൽഫി മനുവിനെ നോക്കി. മിഥുനിൻ്റെയും കിരണിൻ്റെയും നോട്ടവും ആൽഫിയെ പോലെ തന്നെയായിരുന്നു. ഇതെങ്കിലും ബാക്കി വെച്ചതിന് നന്ദി പറയേണ്ടതിന് പകരം നിങ്ങൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നോ? സച്ചുവിനെ നന്നായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മനു അവരെ ചെറഞ്ഞു നോക്കി. ആൽഫി 4 ഗ്ലാസ് നിരത്തി 4 പേർക്കും ഒഴിച്ചു വെച്ചു. ഗ്ലാസുകൾ കയ്യിലെടുത്ത് ചുണ്ടോടടുപ്പിക്കുമ്പോഴാണ് ഹാളിൽ നിന്ന് സച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. മനു ഹാളിലേക്ക് തലചെരിച്ചു നോക്കി. സച്ചു അവിടെയില്ല. ആൾ ഉറങ്ങാൻ പോയി. നിങ്ങൾ കഴിക്ക്, ഞാൻ ആ ഫോൺ എടുത്തിട്ട് വരാം. ഇല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേട്ട് സച്ചു ഇങ്ങ് വരും. പറഞ്ഞുകൊണ്ട് കയ്യിലെ മദ്യം നിറച്ച ഗ്ലാസുമായി മനു ഉള്ളിലേക്ക് നടന്നു. അപ്പോഴേക്കും ആൽഫി ആദ്യ റൗണ്ട് കുടിച്ച് സെക്കൻഡ് റൗണ്ടിലേക്കുള്ളത് 3 ഗ്ലാസ്സിലേക്കും പകർത്തി. ഫോണിൽ തെളിഞ്ഞു കാണുന്ന പേരിലേക്ക് നോക്കവേ മനുവിൻ്റെ കണ്ണുകൾ കുറുകി. അപ്പോഴേക്കും ഫുൾ റിങ് ചെയ്ത് കോൾ കട്ടായി. ആ നിമിഷം തന്നെ ഫോണിലേക്ക് വന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻ മനു ഓപ്പൺ ചെയ്തു. മുൻപിൽ തെളിയുന്ന വരികളിലൂടെ കണ്ണുകൾ പായിക്ക് മനുവിൻ്റെ കണ്ണിൽ ക്രൗര്യം തെളിഞ്ഞു. വേട്ടയാടി പിടിക്കേണ്ട ഇര താനേ വന്ന് വലയിൽ വീണപ്പോൾ വേട്ടക്കാരനിൽ തെളിയുന്ന അതേ ക്രൗര്യം. തുടരും. അടുത്ത ഭാഗവുമായി പറ്റുവാണെങ്കിൽ നാളെ വരും. ഇനി മോന് സുഖമില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മറ്റന്നാളെ വരും കേട്ടോ. കാത്തിരിക്കണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.